സുഹൃത്തുക്കളെ, ഈ നിലക്കുള്ള അനുവാദം ചോദിച്ച് അനുവാദം കിട്ടിയാൽ നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഫലാ തദ്ഖുലൂഹാ, എന്താ പറഞ്ഞത്? ഹത്താ തസ്തഅനിസു, നിങ്ങൾ അനുവാദം ചോദിക്കുവോളം നിങ്ങളുടെ വീടുകളല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. വതുസല്ലിമു അലാ അഹ്ലിഹാ, അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ സലാം പറയുകയും ചെയ്യുവോളം നിങ്ങൾ പ്രവേശിക്കരുത്. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാൻ, കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നവരായേക്കാൻ നിങ്ങൾക്കതാണ് നല്ലത് എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഇത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഇവിടെ അതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് പറഞ്ഞല്ലോ. ഈ ഖൈർ ഏതൊക്കെ കാര്യങ്ങളിൽ? ഒരു 6-7 കാര്യങ്ങൾ അദ്ദേഹം എണ്ണിപ്പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാം. നിങ്ങൾക്കതാണ്, അങ്ങനെ അനുവാദം ചോദിച്ച് സലാം പറഞ്ഞ് കയറലാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് പറഞ്ഞ ആ ഖൈർ ഒരു 6-7 വിധത്തിൽ അദ്ദേഹം വിവരിക്കുകയാണ്. ഒന്ന്, ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവർ കാണൽ ഇഷ്ടപ്പെടാത്ത നിലക്ക് നിങ്ങൾ ഒരാൾ വീട്ടിലേക്ക് കയറുന്നത് അവർക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരമപ്രധാനമായ ഒരു കാര്യം എന്താണ്? ആ വീട്ടുകാർ നമ്മൾ എന്തെങ്കിലും കുഴപ്പത്തിന് ചെന്നതല്ല എന്നത് അതിലൊരു പ്രത്യേകമായ കാര്യമാണ്. അനുവാദം ചോദിച്ചു ചെല്ലുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ. അനുവാദം ചോദിക്കാതെ കയറുക ആരാ? കള്ളന്മാരെ അനുവാദം ചോദിച്ചിട്ടാ കയറുക? ആക്രമിക്കാൻ വരുന്നവൻ അനുവാദം ചോദിച്ചിട്ടാ കയറുക? അല്ല. അപ്പം ഞാൻ നിങ്ങളെ കളവ് നടത്താനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഏർപ്പാടിനോ ഒന്നും വന്നതല്ല. ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് സലാം പറയുകയാണ്. കാരണം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, സലാം പറയുന്ന വ്യക്തിക്ക് 10 പുണ്യുണ്ട് അല്ലേ? ആ 10 നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നന്മ നമുക്കതിലൂടെ കിട്ടുന്നുണ്ട്. അതൊരു കാര്യമാണ്. വീട്ടുകാർക്ക് ഒരുങ്ങുവാനും താങ്കളെ സ്വീകരിക്കുവാൻ വേണ്ട രൂപത്തിൽ വീടുകൾ കൃത്യമായി തന്നെ ക്രമീകരിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അതുകൊണ്ട് പ്രയോജനം ലഭിക്കും എന്നതും അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ടെന്ത്? അവിടെ ആ വീട്ടുകാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന, അവർക്കൊരു ആശ്വാസമാണല്ലോ പ്രദാനം ചെയ്യുക, അതും അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ. ഇതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിൻ്റെ കൽപ്പന ഞങ്ങൾ സ്വീകരിക്കുകയാണല്ലോ, റബ്ബിൻ്റെ കൽപ്പനയാണല്ലോ ഇത്. അതിലൂടെയും നമുക്കത് ഖൈറാണ്. ഇങ്ങനെ വിവിധ അർത്ഥങ്ങളിൽ നമുക്കതിലൂടെ ഖൈറാണ് ലഭിക്കുന്നത്. അതാണ് ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഓർമ്മ വെക്കാൻ വേണ്ടി തന്നെയാണ്. ഫൈലം തജിദൂ ഫീഹാ, ഇനി നിങ്ങൾ അവിടെ ആരെയും കണ്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കരുത് അനുവാദം ലഭിക്കപ്പെടുന്നത് വരെ. ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ ആളൊക്കെ ഉണ്ട്, വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തേക്ക് വരുന്നൊന്നുമില്ല. എന്നാൽ നമുക്കിവിടെ കയറേണ്ടിയിരിക്കാം, അത് പാടില്ല. അതേ അവസരത്തിൽ മുൻകൂട്ടി അനുവാദം മേടിച്ചിട്ടുണ്ട്, പരിചയമുള്ള വീടാണ്, അങ്ങനെ കയറിയിരുന്നാൽ വീട്ടുകാരനൊരു പ്രശ്നമല്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനത്തെ ആളാണോ എങ്കിൽ അയാൾക്ക് കയറിയിരിക്കാം. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അതല്ല, നിങ്ങളോട് മടങ്ങിപ്പോകാൻ പറഞ്ഞോ, എന്നാ മടങ്ങിപ്പോകണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായത്. ചിലപ്പോൾ ചില ആളുകൾ പറയുമോ, എന്നോട് മടങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ, അത് മതിയാവും, പിന്നെ മരണം വരെ അവർ തമ്മിൽ ഇത്ര കാലമായിട്ടുള്ളൊരു ബന്ധാണ്. വീട്ടിൽ പ്രയാസപ്പെട്ടെത്തി, അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, അയാൾ വന്ന് വീട്ടിലൊന്ന് ബെല്ലടിച്ചു, കുറേ നേരം കാത്തുന്നു, വീട്ടിൽ ആളുണ്ട്, പക്ഷേ അവർ പോകാൻ പറയാണ്, അകത്തുനിന്ന് പറയാണ്, ഇപ്പം നിങ്ങൾ പൊയ്ക്കോളി, ഇപ്പോൾ വാതിൽ തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരു വിഷമവും മനസ്സിൽ തോന്നാതെ സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. ഇർജിഉ എന്ന് പറഞ്ഞാൽ ഫർജിഉ, മടങ്ങിപ്പോകണം. അയാൾക്കിപ്പോൾ തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല, എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കും അയാളെ വീട്ടിലുള്ളത്, അത് അയാൾക്കാണ് അറിയാം. അപ്പം അയാൾക്ക് അയാളുടേതായ കാരണങ്ങൾ കൊണ്ടാണ് അയാൾ ഇപ്പം തുറക്കാൻ പറ്റൂല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് എന്താ കാര്യം? മടങ്ങിപ്പോകണം, അതാ നിയമം. അതിൻ്റെ പേരിൽ തമ്മിൽ തെറ്റാനോ ഇയാളെന്തൊരു മനുഷ്യനാ, ഇയാളെന്തൊരു സംസ്കാര ശൂന്യനാ എന്നൊന്നും പറയാൻ പാടില്ല. അള്ളാന്റെ കൽപ്പനയാ. അല്ലെങ്കിൽ ആദ്യം അപ്പോയിൻമെന്റ് വാങ്ങി വരണം, എന്നിട്ട് ടൈം വാങ്ങണം, എന്നിട്ട് ആ സമയത്ത് വരണം. ഇതൊന്നുമല്ലല്ലോ. അങ്ങനെ വന്നിട്ട് പോകാൻ പറഞ്ഞാൽ പോകണം.
ഹുവ അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധം എന്നാ പറഞ്ഞത്. നിങ്ങളെ മനസ്സ് നന്നാകാനും ഏറ്റവും വിശുദ്ധമായതും നിങ്ങൾക്ക് അത് തന്നെയാണ്. വല്ലാഹു ബിമാ തഅമലൂന അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ നന്നായി അറിവുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിച്ചിട്ടുള്ളത്. തുടർന്നു കൊണ്ടുള്ള ആയത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു നിയമമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ആദാബുകൾ, മര്യാദകൾ, സംസ്കാരങ്ങൾ അത് ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.